Once again, welcome back to KC's Classes. KC's Classesന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ദിസ് ഇസ് കിരൺ സി എസ്. ശ്രീനാരായണ ഓപ്പൺ യൂണിവേഴ്സിറ്റി എം.കോം തേർഡ് സെമസ്റ്റർ എക്സാംസിൽ നെക്സ്റ്റ് നടക്കാൻ പോകുന്നത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രോബ്ലം പേപ്പറാണ് ഇൻകം ടാക്സ് പ്ലാനിങ് ആൻഡ് മാനേജ്മെന്റ്. ഈ ഒരു പേപ്പറിൽ ഉറപ്പായും പ്രതീക്ഷിക്കുന്ന പാർട്ട് ബിയിലുള്ള 5 മാർക്സിന്റെ ചോദ്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. വീഡിയോയിലോട്ട് പോണേക്കാൾ മുമ്പ് പറയാനുള്ളത് നമ്മുടെ സ്ഥാപനം ശ്രീനാരായണ ഓപ്പൺ യൂണിവേഴ്സിറ്റി എം.കോം എല്ലാ സെമസ്റ്ററിലെയും ക്ലാസ്സസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നമ്മുടെ ആപ്പിലൂടെയാണ് ക്ലാസ്സസ് അവൈലബിൾ ആവുക. റെക്കോർഡ് ക്ലാസ്സസ് ഉള്ളത് കൊണ്ട് തന്നെ എപ്പോൾ വേണമെങ്കിലും പഠിച്ച് ഡൗട്ട് ഉള്ളത് ചോദിക്കാനുള്ള അവസരം ഉണ്ടെന്നുള്ളതാണ്. ഇതുവരെയുള്ള നമ്മുടെ റിസൾട്ട്സ് ഒക്കെ സൂപ്പർ റിസൾട്ട്സ് ആണ് കേട്ടോ. സോ നമ്മുടെ ക്ലാസ്സിൽ ജോയിൻ ചെയ്ത് പഠിച്ച് നല്ല മാർക്ക് മേടിക്കാൻ താല്പര്യമുള്ള സ്റ്റുഡൻസിന് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം, ക്ലാസ്സസ് ആക്സസ് ചെയ്യാം. ഓക്കെ, സോ നമുക്ക് എന്തെങ്കിലും വീഡിയോയിലോട്ട് കിടക്കാം. അപ്പോൾ ഞാൻ ഇതിനേക്കാൾ മുമ്പുള്ള വീഡിയോസിൽ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു കാര്യമാണ്, വലിയൊരു പേപ്പറാണ്. സോ അതുകൊണ്ട് തന്നെ അതിൽ നിന്ന് ചില ചോദ്യങ്ങൾ സജസ്റ്റ് ചെയ്യുക എന്ന് പറയുന്നത് വളരെ ശ്രമകരമായിട്ടുള്ളൊരു പരിപാടിയാണ്. എന്നാലും നമ്മൾ ഏറ്റവും കൂടുതൽ പ്രതീക്ഷിക്കുന്ന കുറച്ച് ചോദ്യങ്ങളിലോട്ടാണ് കിടക്കുന്നത്. നമ്പർ 1, ഇപ്പോൾ ഇതിൽ 8 ചോദ്യങ്ങളിൽ 6 ആൻസർ ചെയ്യേണ്ടത്. 5 പ്രോബ്ലംസും 5 തിയറി ചോദ്യങ്ങളും 3 പ്രോബ്ലംസ് ആണ് ഇതിനേക്കാൾ മുമ്പുള്ള പേപ്പറിൽ വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഒന്നുകിൽ അങ്ങനെ ചോദിക്കാം, അല്ലെങ്കിൽ 4 അങ്ങനെയും ചോദിക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ പ്രോബ്ലമായിട്ട് ആദ്യം പ്രതീക്ഷിക്കുന്ന ഒരു ചോദ്യമാണ് ടോട്ടൽ ഇൻകം അല്ലെങ്കിൽ ടാക്സ് ലയബിലിറ്റി ഓഫ് ഫേമിൻ്റെ ടോട്ടൽ ഇൻകം കമ്പ്യൂട്ടേഷൻ. അങ്ങനെ ചോദിക്കാം, കമ്പ്യൂട്ടേഷൻ ഓഫ് ബുക്ക് പ്രോഫിറ്റ്. അത് എങ്ങനെയാണ് കമ്പ്യൂട്ട് ചെയ്യുക എന്നുള്ളതിൻ്റെ തിയറിയും വേണമെങ്കിൽ ചോദിക്കാം. എങ്ങനെയാണ് കമ്പ്യൂട്ടേഷൻ ഓഫ് ബുക്ക് പ്രോഫിറ്റ്, ഞാനപ്പോൾ അതും കൂടി എഴുതാണ്. കമ്പ്യൂട്ടേഷൻ ഓഫ് ബുക്ക് പ്രോഫിറ്റ് എങ്ങനെയാണെന്നുള്ളത് തിയറി ചോദ്യവും ചോദിക്കാം. അത് മാത്രമല്ല പ്രോബ്ലമായിട്ട് പ്രോഫിറ്റ്, ദെൻ ടോട്ടൽ ഇൻകം, അതിൻ്റെ ടാക്സ് ലയബിലിറ്റി. അപ്പോൾ അത് എസ്സേക്കോ അല്ലെങ്കിൽ 5 മാർക്സിനോ നമ്മൾ എന്തായാലും പ്രതീക്ഷിക്കുന്ന ഒരു ചോദ്യമാണ്. ബുക്ക് പ്രോഫിറ്റ് അതെങ്ങനെയാണ് കമ്പ്യൂട്ട് ചെയ്യുക എന്നുള്ളത് മാത്രമായിട്ട് ചോദിക്കാം, അതല്ലെങ്കിൽ പ്രോബ്ലമായിട്ട് കമ്പ്യൂട്ടേഷൻ ഓഫ് ബുക്ക് പ്രോഫിറ്റ് അല്ലെങ്കിൽ ടോട്ടൽ ഇൻകം, ഇത് രണ്ടും കൂടിയിട്ടുള്ളൊരു പ്രോബ്ലം. അപ്പോൾ നിർബന്ധമായും പഠിക്കേണ്ട ഒരു ചോദ്യമാണ് കേട്ടോ. ദെൻ നെക്സ്റ്റ് പ്രോബ്ലത്തിൽ എക്സ്പെക്ട് ചെയ്യുന്നത് ടോട്ടൽ ഇൻകം ടാക്സ് ലയബിലിറ്റി കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ, അതാണ് പ്രോബ്ലത്തിൽ നെക്സ്റ്റ് പ്രതീക്ഷിക്കുന്നത്. computation of total income and tax liability ഇതിൻ്റെ കോഓപ്പറേറ്റീവ് സൊസൈറ്റി. ഓക്കെ, അതാണ് മറ്റൊരു പ്രോബ്ലം എക്സ്പെക്ട് ചെയ്യുന്നത്. ഇനി 2 ടോപ്പിക്സിൽ ഏതെങ്കിലും ഒരെണ്ണം നമ്മൾ പിന്നൊരു പ്രോബ്ലമായിട്ട് പ്രതീക്ഷിക്കുന്നു. ചിലപ്പോൾ ഇൻഡിവിജ്വൽ ആവാം, അല്ലെങ്കിൽ കമ്പനി ആവാം. കമ്പനിയിൽ നിന്ന് എസ് എന്തായാലും പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പോൾ പ്രോബ്ലം 5 മാർക്കിൻ്റെയിലേക്ക് ഇടുമെന്നുള്ളത് അറിയില്ല. അപ്പോൾ ഇൻഡിവിജ്വലോ കമ്പനിയോ അതിൻ്റെയും ടോട്ടൽ ഇൻകം കമ്പ്യൂട്ടേഷൻ നമുക്ക് ഇതിൽ ഏതെങ്കിലും ഒരെണ്ണത്തിൻ്റെ നെക്സ്റ്റ് പ്രതീക്ഷിക്കാം. ഇതാണ് കമ്പ്യൂട്ടേഷൻ ഓഫ് ടോട്ടൽ ഇൻകം. അത് ഇൻഡിവിജ്വലിൻ്റെ ആവാം കൂടുതൽ, അതല്ലെങ്കിൽ കമ്പനിയുടെ ആവാം, കമ്പനിയുടെ ചെറിയ ചോദ്യം. ഓക്കെ, അപ്പോൾ ഇങ്ങനെ 8 ചോദ്യങ്ങളിൽ 3-4 പ്രോബ്ലംസ് ആണ് വരിക. അപ്പോൾ അത് ഈ ടോപ്പിക്സിൽ നിന്നാണ് ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നത്. ഇങ്ങനത്തെ ചോദ്യങ്ങളാണ് പ്രോബ്ലത്തിൽ കണ്ടുവരുന്നത് കേട്ടോ. അതല്ലാണ്ട് ഡിഗ്രിയുടെ പോലെ ചെറിയ ചോദ്യങ്ങൾ വരുന്നത് വളരെ കുറവാണ്. ഇനി നെക്സ്റ്റ് തിയറി ആയിട്ട് പ്രതീക്ഷിക്കുന്നത് ടാക്സ് പ്ലാനിങ് എന്താണ്, അതിൻ്റെ നീഡ്, അതുപോലെ തന്നെ ലിമിറ്റേഷൻസ്. ഇതിലേതെങ്കിലും ഒരെണ്ണം നിർബന്ധമായും പഠിക്കുക. പിന്നെ 5 മാർക്കിൻ്റെയിൽ പിന്നെ എക്സ്പെക്ട് ചെയ്യുന്നൊരു ചോദ്യമാണ്, ഇതല്ലെങ്കിൽ ഡിഫറൻസ് ബിറ്റ്വീൻ ടാക്സ് പ്ലാനിങ് ആൻഡ് ടാക്സ് മാനേജ്മെന്റ് ഉണ്ട്, അത് നോക്കണം. ഡിഫറൻസ് ബിറ്റ്വീൻ ടാക്സ് പ്ലാനിങ് ആൻഡ്
ടാക്സ് മാനേജ്മെന്റ്. ഓക്കെ, അതാണ് മറ്റൊരു ക്വസ്റ്റ്യൻ. ഒരു കാരണവശാലും സ്കിപ്പ് ചെയ്യരുത്. ഇനി നെക്സ്റ്റ്, ഇൻസിഡൻസ് ഓഫ് ടാക്സ്. അതിന്റെ പ്രോബ്ലം ആയിട്ട് വരുമെന്നുള്ളത് അറിയില്ല. രണ്ട് സാധ്യതകളാണ്. ആദ്യം റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് എന്താണ് അതിന്റെ കണ്ടീഷൻസ്. അതിപ്രാവശ്യം ഇനി വീണ്ടും ചോദിക്കും എന്നുള്ളത് അറിഞ്ഞുകൂടാ. കൂടുതൽ അതുകൊണ്ട് ഞാൻ പ്രതീക്ഷിക്കുന്നത് ഇൻസിഡൻസ് ഓഫ് ടാക്സാ. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇൻകം അക്രൂഡ് ഇൻ ഇന്ത്യ, റൈസ്ഡ് ഇൻ ഇന്ത്യ, അതിങ്ങനെയാണ് സ്കോപ്പ് ഓഫ് ഇൻസിഡൻസ് ഓഫ് ടാക്സ്. അത് അപ്പോൾ അതിൻ്റെ തിയറിയോ അതല്ലെങ്കിൽ പ്രോബ്ലമോ ഇതിലേതെങ്കിലും ഇൻസിഡൻസ് ഓഫ് ടാക്സ് ആണ് ഞാൻ നെക്സ്റ്റ് എക്സ്പെക്ട് ചെയ്യുന്നൊരു ചോദ്യം. ഒരു കാരണവശാലും സ്കിപ്പ് ചെയ്യരുത്. ഇനി ടോട്ടൽ ഇൻകം കമ്പ്യൂട്ടേഷനാണ് ഇൻഡിവിജ്വലിനെ പ്രതീക്ഷിക്കുന്നത്. അതല്ലാണ്ട് ഹെഡ്സിലെ ഏതെങ്കിലും ഒരെണ്ണം എടുത്ത് ചോദിക്കുകയോ, ഒരുപാട് പേര് ചോദിക്കുന്നതാണ്. ഇപ്പോൾ സാലറി കാൽക്കുലേഷൻ മാത്രമായിട്ട് HP മാത്രമായിട്ട് ചോദിക്കുകയോ, അല്ലെങ്കിൽ സാലറിയിൽ ഇപ്പോൾ ഈ പറയുന്ന റെന്റ് ഫ്രീ അക്കോമഡേഷൻ്റെ കാൽക്കുലേഷൻ, HRA കാൽക്കുലേഷൻ അങ്ങനെ ചോദിക്കുകയോ എന്നൊക്കെയാണ് ചോദിക്കുന്നത്. സാധാരണ ഇപ്പോഴത്തെ കഴിഞ്ഞ പേപ്പേഴ്സിലൊന്നും അങ്ങനെ കണ്ടിട്ടില്ല. അപ്പോൾ ടോട്ടൽ ഇൻകം ഇൻഡിവിജ്വലിൻ്റെ പഠിക്കുമ്പോൾ അതൊക്കെ വരുന്നതാണ്. അപ്പോൾ എന്തായാലും അത് നോക്കി വെക്കുകയെന്ന് ഞാനിപ്പോൾ പറയണുള്ളൂ കേട്ടോ. സോ അത് ഞാൻ ലാസ്റ്റ് അതിൻ്റെ സജഷൻ എന്തെങ്കിലും നൽകാം, അതിൻ്റെ തിയറിയുടെ കാര്യങ്ങൾ. ഇനി നെക്സ്റ്റ് ഡിഡക്ഷൻസ് നോക്കി വയ്ക്കണം. തിയറി ഡിഡക്ഷൻസ് അണ്ടർ സെക്ഷൻ 80C2 80U. അതൊന്ന് നോക്കിക്കോളൂ. തിയറി ആയിട്ട് ചോദിക്കാം. അതിൽ ഇൻഡിവിജ്വലിനെ റിലേറ്റ് ചെയ്തതിലേക്ക് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുക. ഞാൻ പറഞ്ഞിട്ടായിരുന്നു 80C, CCC, CCD, അതുപോലെ തന്നെ ജിക്കൊക്കെ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുക. QQB, RRB, TTA, U, അങ്ങനത്തെ കാര്യങ്ങൾക്ക് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കുക. ഓക്കെ, ഇനി നെക്സ്റ്റ് എക്സ്പെക്ട് ചെയ്യുന്ന ഒരു ചോദ്യം എന്ന് പറയുന്നത് കമ്പനീസിലെ ടൈപ്സ് ഓഫ് കമ്പനീസ്. തിയറി ആയിട്ട് വേണമെങ്കിൽ ഇടാം, അത് നോക്കി വെച്ചോളൂ. അതുപോലെ തന്നെ നെക്സ്റ്റ് മിനിമം ഓൾട്ടർനേറ്റീവ് ടാക്സ് എന്താണ്, MAT. അതിനെ റിലേറ്റ് ചെയ്തിട്ട് ടാക്സ് ക്രെഡിറ്റ് ഇൻ റെസ്പെക്ട് ഓഫ് MAT ഓൺ സർട്ടൻ കമ്പനീസ്, അതിൻ്റെ തിയറി നോക്കണം. ടാക്സ് ക്രെഡിറ്റ് ഇൻ റെസ്പെക്ട് ഓഫ് minimum alternative tax on certain companies. അത് നോക്കിക്കോളൂ. ഇനി നെക്സ്റ്റ്, ഞാൻ കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ചാപ്റ്ററിൽ നിന്നൊരു പ്രോബ്ലം പ്രതീക്ഷിക്കുന്നു എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു 5 മാർക്കിൻ്റെ. അതുപോലെ തന്നെ അതിൽ തിയറി ആയിട്ട് അർബൻ കോപ്പറേറ്റീവ് സൊസൈറ്റീസിൻ്റെ കേസ് ഉണ്ട്. അതല്ലാതെ കണ്ടുവരാനുള്ളതാണ് സ്പെഷ്യൽ ടാക്സ് റേറ്റ്സ്. നോക്കിപ്പോ ചിലപ്പോൾ വരാം ആപ്ലിക്കബിൾ ഫോർ റെസിഡന്റ് കോപ്പറേറ്റീവ് സൊസൈറ്റി. ഓക്കെ, ഇത് നോക്കിക്കോളൂ. ഇനി നെക്സ്റ്റ് ട്രസ്റ്റ് ചാപ്റ്ററിൽ നിന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു തിയറി ചോദ്യം എന്ന് പറയുന്നത് എക്സംപ്റ്റഡ് ആയിട്ടുള്ള ഐറ്റംസും അതല്ലെങ്കിൽ എക്സംപ്റ്റഡ് അല്ലാത്ത ഐറ്റംസ്, അത് SCക്കും പ്രതീക്ഷിക്കുന്നുണ്ട്, അല്ലെങ്കിൽ 5 മാർക്കിനും പ്രതീക്ഷിക്കാം. അതാണ് നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യൻ എക്സ്പെക്ട് ചെയ്യുന്നത്. ഇൻകം ഓഫ് ദ ട്രസ്റ്റ് included in the total income and tax liability അതുപോലെ തന്നെ ഫുള്ളി എക്സംപ്റ്റഡ് ആയിട്ടുള്ളത് ഏതാണെന്നുള്ളത് അതും കൂടി നോക്കിയോളൂ. അതിൽ ഫുള്ളി എക്സംപ്റ്റഡ് ഇതിൽ ഏതെങ്കിലും ഒരെണ്ണം നമുക്ക് 5 മാർക്കിൻ്റെ ചോദിക്കാം, അല്ലെങ്കിൽ SCക്കും സ്കോപ്പ് ഉള്ളതാണ്. ഓക്കെ, ദെൻ പിന്നെ ആ ഒരു ചാപ്റ്ററിൽ തന്നെ ജസ്റ്റ് നോക്കി പോകേണ്ട ഒരു ടോപ്പിക് എന്ന് പറയുന്നത് ഇൻകം ഡീംഡ് ടു ഹാവ് ബീൻ used for the
benefit of the trust. ഇതും നോക്കി പോയിക്കോളൂ. 5 മാർക്സിന് സ്കോപ്പുള്ളൊരു ചോദ്യമാണ്. നമുക്കിപ്പോൾ ഏതാ ഇടാന്നുള്ളത് മുഴുവനായിട്ട് അറിയാൻ സാധിക്കില്ലെങ്കിലും നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന മറ്റൊരു ചോദ്യമാണ് കേട്ടോ. സോ ഇത്ര ചോദ്യങ്ങളാണ് നമ്മൾ ഏറ്റവും കൂടുതൽ പ്രതീക്ഷിക്കുന്നത്. ദെൻ ഞാൻ നേരത്തെ പറഞ്ഞു ഇൻഡിവിജ്വലിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള വല്ല സ്പെസിഫിക് ടോപ്പിക്സ് ഉണ്ടോ എന്ന് കുട്ടികൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഫോക്കസ് ചെയ്ത് പിന്നെ പോകേണ്ടത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സാലറിയും HP നോക്കി പോയിക്കോളൂ. ഇനിയിപ്പോൾ അതിൽ നിന്ന് സെപ്പറേറ്റ് ആയിട്ട് ഏതെങ്കിലും ഒരെണ്ണം ഇട്ടാൽ അത് കയ്യിൽ നിന്ന് പോകാൻ പാടില്ല. എന്തൊക്കെയാ? കമ്പ്യൂട്ടേഷൻ അതിപ്പോൾ ടോട്ടൽ ഇൻകം ഇൻഡിവിജ്വലിനെ നോക്കുമ്പോൾ അതിൽ വരുന്നതാണ്. ഓഫ് സാലറിയും ഇൻകം ഫ്രം സാലറിയും അതുപോലെ തന്നെ ഹൗസ് പ്രോപ്പർട്ടിയും സെപ്പറേറ്റ് നോക്കണം. അതുപോലെ തന്നെ സാലറിയിൽ അലവൻസസിൻ്റെ കേസ് കൂടുതൽ ഫോക്കസ് ചെയ്യുക. HRA നോക്കി പോകണം. ദെൻ അതുപോലെ തന്നെ മറ്റൊരെണ്ണം പറയാനുള്ളത് ക്യാപിറ്റൽ ഗെയിൻ എക്സംഷൻ ആണ്. ക്യാപിറ്റൽ ഗെയിൻ ഏതൊക്കെയാണ് ക്യാപിറ്റൽ ഗെയിൻ എക്സംഷൻ? അപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് കൂടുതൽ ഫോക്കസ് ചെയ്ത് പോയിക്കോളൂ കേട്ടോ. അപ്പോൾ 5 മാർക്സിന് സജഷൻ നൽകാനാണെങ്കിൽ ഈ ഒരു പേപ്പറിൽ ഒരുപാടുണ്ട്. എന്നാലും ഞാൻ ഏറ്റവും കൂടുതൽ എക്സ്പെക്ട് ചെയ്യുന്ന കുറച്ച് ചോദ്യങ്ങളാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. 6 എണ്ണം നമുക്ക് ഇതിൽ നിന്ന് എന്തെങ്കിലും കിട്ടും. അപ്പോൾ അതിൽ ഒരെണ്ണം ടോട്ടൽ ഇൻകം അല്ലെങ്കിൽ കമ്പ്യൂട്ടേഷൻ ഓഫ് ബുക്ക് പ്രോഫിറ്റ് ആൻഡ് ടോട്ടൽ ഇൻകം ഓഫ് ഫേം ആണ്. ഞാനതിൽ ഫേം എന്ന് എഴുതിയില്ല. ആദ്യത്തെ ഫസ്റ്റത്തെ ടാക്സ് ലയബിലിറ്റി ഓഫ് എന്താണ് ഫേം ആണ്. ദെൻ പിന്നെ സൊസൈറ്റിയുടെ കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ദെൻ ഇൻഡിവിജ്വൽ ആൻഡ് കമ്പനി ഇതിൽ ഏതെങ്കിലും ഒരെണ്ണം. അങ്ങനെ ആദ്യത്തെ ഈ 3 ചോദ്യങ്ങൾ ഞാനിപ്പോൾ പറഞ്ഞതിൽ 4 സജഷനിൽ 3 എണ്ണം കിട്ടും. പ്രോബ്ലം മോസ്റ്റ്ലി. ദെൻ ടാക്സ് പ്ലാനിങ്ങിൻ്റെ നീഡ്സ് ലിമിറ്റേഷൻസ് നോക്കുക. ടാക്സ് പ്ലാനിങ്ങും ടാക്സ് മാനേജ്മെൻറ്റും തമ്മിലുള്ള ഡിഫറൻസ് നെക്സ്റ്റ് പ്രതീക്ഷിക്കുന്നു. ഇൻസിഡൻസ് ഓഫ് ടാക്സ് നോക്കുക. ഡിഡക്ഷൻ അണ്ടർ സെക്ഷൻ 80C to 80U. പിന്നെ ടൈപ്സ് ഓഫ് കമ്പനീസ്. ദെൻ മിനിമം ഓൾട്ടർനേറ്റീവ് ടാക്സ് എന്താണ്. ദെൻ ടാക്സ് ക്രെഡിറ്റ് ഇൻ റെസ്പെക്ട് ഓഫ് മിനിമം ഓൾട്ടർനേറ്റീവ് ടാക്സ് അത് നോക്കണം. ദെൻ സ്പെഷ്യൽ റേറ്റ്സ് ആപ്ലിക്കബിൾ ഫോർ റെസിഡൻറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റി നോക്കിക്കോളൂ. ദെൻ ഇൻകം ഓഫ് ട്രസ്റ്റ് ഇൻക്ലൂഡഡ് ഇൻ ടോട്ടൽ ഇൻകം അതുപോലെ തന്നെ ഫുള്ളി എക്സംപ്റ്റഡ് ആയിട്ടുള്ളത് നോക്കുക. ദെൻ ഇൻകം ഡീംഡ് ടു ഹാവ് ബീൻ യൂസ്ഡ് ഫോർ ദി ബെനിഫിറ്റ് ഓഫ് ട്രസ്റ്റ്. പിന്നെ ലാസ്റ്റ് ഈ 3 എണ്ണം പറഞ്ഞിട്ടുള്ളത് ഇപ്രാവശ്യം ചോദിക്കുമെന്നുള്ളത് നമുക്ക് 100% ഉറപ്പില്ല. നിങ്ങൾ നോക്കി പോകുക. ഇപ്പോൾ സാലറിയുടെ കമ്പ്യൂട്ടേഷനോ HPയുടെയോ വേണമെങ്കിൽ ചോദിക്കാം. അലവൻസ് HRA കാൽക്കുലേഷൻ സെപ്പറേറ്റ് എടുത്ത് നോക്കുക. ക്യാപിറ്റൽ ഗെയിൻ്റെ എക്സംഷൻ. ഓക്കെ, ഇതൊക്കെയാണ് എക്സ്പെക്ട് ചെയ്യുന്ന 5 മാർക്സ്. 8 എണ്ണമാണ് ചോദിക്കുന്നത് കേട്ടോ. അതിൽ 6 എണ്ണത്തിന് ആൻസർ കൊടുക്കണം. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യത്തെ പേപ്പറിൽ 5 തിയറിയും 3 പ്രോബ്ലംസ് ആണ് വന്നിട്ടുണ്ടായിരുന്നത്. ഇപ്രാവശ്യം സെയിം പാറ്റേൺ തന്നെയാണ് മോസ്റ്റ്ലി പ്രതീക്ഷിക്കുന്നത് കേട്ടോ. അപ്പോൾ നെക്സ്റ്റ് ഉറപ്പായും പ്രതീക്ഷിക്കുന്ന പാർട്ട് എയിലുള്ള 2 മാർക്സിൻ്റെ സജഷൻസുമായിട്ട് എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങളുടെ മുമ്പിൽ എത്താമെന്നുള്ള പ്രതീക്ഷയോടെ നിർത്തുന്നു. ദിസ് ഇസ് കിരൺ CS സൈനിങ് ഓഫ്. ഹാവ് എ നൈസ് ഡേ. താങ്ക് യു.